ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് രണ്ടാം ഭാഗമാണ്. 9 വരെയുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ക്വസ്റ്റ്യൻ 10 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 10. അക്കോർഡിംഗ് ടു ദ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് 2019, any pronouncement of talaq as defined under the act by a Muslim husband upon his wife by words either spoken or written or in electronic form or in any other manner whatsoever shall be option A void, B cognizable, C compoundable, D all of the above. ഇവിടെ നമ്മൾ നോക്കേണ്ടത് സെക്ഷൻ 3 ഓഫ് ദ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് 2019 ഒന്ന് വായിച്ചു നോക്കുക. Talaq to be void and illegal. Any pronouncement of talaq by a Muslim husband upon his wife by words either spoken or written or in electronic form or in any other manner whatsoever shall be void and illegal. അപ്പോൾ ഇതിൽ void ആകും, കോഗ്നൈസബിൾ ആണ്, കോമ്പൗണ്ടബിൾ ആണ്. അപ്പോൾ ആൻസർ ഡി, ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബവ്. നിങ്ങൾ വിശദമായി ഈ ആക്ട് വായിച്ച് നോക്കണം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. സ്യൂട്ട്സ് ബൈ ഇൻഡിജന്റ് പേഴ്സൺസ് ഈസ് ഡെൽറ്റ് അണ്ടർ ഓപ്ഷൻ എ ഓർഡർ 44 ഓഫ് CPC, ഓർഡർ 33 ഓഫ് CPC മീൻസ് സിവിൽ പ്രൊസീജിയർ കോഡ്, ഓർഡർ 55 ഓഫ് CPC, ഓർഡർ 22 ഓഫ് CPC. ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് തന്നെ ഉത്തരം കണ്ടുപിടിക്കാം. ഓർഡർ 33 ഓഫ് CPC. സ്യൂട്ട്സ് ബൈ ഇൻഡിജന്റ് പേഴ്സൺ ഈസ് ഡെൽറ്റ് അണ്ടർ ഓർഡർ 33 ഓഫ് ദി കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ. ഓർഡർ 33 provides for procedure for filing of suit by an indigent person. ഇത്രയും ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. റസ് ഗസ്റ്റേ കേട്ടിരിക്കും. റെലവൻസി ഓഫ് ആക്ട്സ് forming part of the same transaction is dealt under section 6 of the Evidence Act. മിക്കവർക്കും അറിയാം. section 17 of the Evidence Act, section 18 of the Evidence Act and D എന്ന ഓപ്ഷൻ section 20 of the Evidence Act. അപ്പോൾ അതും കൂടി നോക്കണം. സെക്ഷൻ 6 എന്താണ്? റസ് ഗസ്റ്റേ. സെക്ഷൻ 6 ഓഫ് ദി എന്ന് നോക്കിക്കോളൂ. ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഏതാ? 1872. റെലവൻസി ഓഫ് ആക്ട്സ് forming part of same transaction. Facts which though not in issue are so connected with a fact in issue as to form part of the same transaction or are relevant whether they occurred at the same time and place or at different times and places. എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 6 ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 13th ക്വസ്റ്റ്യൻ. സുപ്രീം കോർട്ട് ഹാസ് ലീഗലൈസ്ഡ് ദി ലിവിംഗ് വിൽ ആൻഡ് പാസീവ് euthanasia subject to certain conditions in the case of. Once more, Supreme Court has legalized the living wills and passive euthanasia subject to certain conditions in the case of. Option A Aruna Ramachandra Shanbag versus Union of India 2011 ആണ് കേസ് ഇയർ. ബി കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018. സി ഗ്യാൻ കൗർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1996. അതും കൂടിയും ഇയർ ഒന്ന് ഓർത്ത് പോകുന്നത് നല്ലതാണ്. അതാണ് നമ്മൾ അതിൽ ചെയ്യേണ്ടത്. അതുകൂടി ഇയർ നമ്മൾ നോക്കണം. അപ്പോൾ
നാലാമത്തെ ഓപ്ഷൻ ഡി, ഓപ്ഷൻ നമ്പർ ഡി ചെന്ന ജഗദേശ്വർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. ഇത് മിക്കവർക്കും അറിയാവുന്നത് തന്നെയാണ്. കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018. നമുക്കൊന്ന് ഒരു ചെറുതായിട്ടൊരു എക്സ്പ്ലനേഷൻ ഇവിടെ വായിക്കാം. അതായത് റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി, ദ റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി ആസ് ഫണ്ടമെന്റൽ റൈറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഡിക്ലെയർഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്. സുപ്രീം കോടതി പറയുന്നു. ഏത് കേസിൽ? ഗ്യാൻ കവർ എന്ന് പറഞ്ഞ കേസിൽ പറയുന്നുണ്ട്. പിന്നെ ഫർദർ ഓണറബിൾ ജസ്റ്റിസസ് ഡിക്ലെയർ ദാറ്റ് an adult human being having mental capacity to take an informed decision has right to refuse medical treatment, including withdrawal from life-saving devices. A person of competent mental faculty is entitled to execute an advance medical directive in accordance with safeguards. അല്ലേ? അതും കൂടി ഓർത്താൽ മതി. സുപ്രീം കോടതിയുടെ ചില അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ കൂടുതൽ വായിച്ചു നോക്കണം. കേസ് ലോസ് വായിച്ചു നോക്കിയാലേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 310 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻസ് അബൌട്ട്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ എ, ഡോക്ട്രിൻ ഓഫ് ഇമ്മ്യൂണിറ്റീസ് ആൻഡ് ഇൻസ്ട്രുമെന്റാലിറ്റീസ് വിത്ത് റെഫറൻസ് ടു സിവിൽ സർവൻസ്. B, doctrine of legitimate expectation with reference to civil servants. C, doctrine of natural justice with reference to civil servants. And D, doctrine of pleasure with reference to civil servants. ഇത് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ വിത്ത് റെഫറൻസ് ടു സിവിൽ സർവൻസ്. കൂടുതലായിട്ട് നമുക്ക് വേണമെങ്കിൽ ആർട്ടിക്കിൾ 310 ഒന്ന് വായിച്ചു നോക്കാം. അത് നിങ്ങൾ ടെന്യുവർ ആർട്ടിക്കിൾ 310 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ടെന്യുവർ ഓഫ് ഓഫീസ് ഓഫ് പേഴ്സൺസ് സെർവിങ് ദി യൂണിയൻ ഓർ എ സ്റ്റേറ്റ്, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ അടുത്തേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15, റൈറ്റ് ടു നോ ദ ആന്റിസിഡൻസ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഇലക്ഷൻ ഫ്ലോ ഫ്രം. കാൻഡിഡേറ്റ്സിന്റെ ആന്റിസിഡൻസ് അറിയാനുള്ള അവകാശം എവിടെ നിന്നാണ് കിട്ടുന്നത്? ആർട്ടിക്കിൾ ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 19(1)(a), ആർട്ടിക്കിൾ 20 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ആർട്ടിക്കിൾ 13 ആൻഡ് ആർട്ടിക്കിൾ 14. ഇറ്റ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ. ദ ആൻസർ ഈസ് എന്താണ്? ആർട്ടിക്കിൾ 19(1)(a) അല്ലേ? അതാണ് ആൻസർ. അതൊന്ന് വായിച്ച് നോക്കണം. അതായത് ആർട്ടിക്കിൾ 19 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൻ റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സെട്ര, അത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ അടുത്തേക്ക് പോവുകയാണ്. 16th ക്വസ്റ്റ്യൻ, ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ എക്സ്പ്രഷൻ ലിബർട്ടി ഈസ് ഫോളോഡ് ബൈ ദ വേർഡ്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലിബർട്ടി എന്ന അതിന് വരുന്ന വാക്കിന് ശേഷം വരുന്നത് എന്താണെന്ന് അല്ലേ? എന്ത് വാക്കുകളാണ് വരുന്നതെന്ന് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിള് കഴിയാവുന്നതും നമ്മളത് ബൈഹാർട്ടായി പഠിച്ചു വയ്ക്കുക. അത് എപ്പോഴും നിങ്ങൾക്ക് ഉപകാരമാകും. ഇവിടെ ഞാൻ ഒന്നുകൂടി വായിക്കാം. ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ എക്സ്പ്രഷൻ ലിബർട്ടി ഈസ് ഫോളോഡ് ബൈ ദ വേർഡ്സ് ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഓഫ് തോട്ട്, ബി ഓപ്ഷൻ ബി, ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, സി അഷുറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, ഡി ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. നിങ്ങൾക്ക് ഫോർ ദ സേക്ക് ഓഫ് ഈസി റെഫറൻസ് ഞാനിവിടെ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കുക. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളമൻലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ to all its citizens justice, social, economic and political. അടുത്തതാണ് നമുക്ക് വരുന്നത് ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു പ്രൊമോട്ട് among them all fraternity, assuring the dignity of the individual and the unity
and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this constitution. ഇത് കഴിയാവുന്നതും ബൈഹാർട്ട് ആയി പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. നമുക്കിത് കിട്ടിയാൽ കുറേ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കൂ, ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. അതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. തോട്ട്, എക്സ്പ്രഷൻ. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ എന്താ നോക്കൂ. ആൻസർ എന്തായിരിക്കും നോക്കൂ. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മളിവിടെ പറയാൻ പോകുന്നത് ആൻസർ എന്താണ്? അത് വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും അത് കിട്ടും. ബി ആണ് അല്ലേ? ഞാൻ നിങ്ങൾക്ക് ഇത് വായിക്കാനുള്ളൊരു അവസരമാണ് ഇവിടെ തന്നത് അല്ലേ? ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. യഥാർത്ഥ ക്ലാസ് റൂം പോലെയാണ് ഇത് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾ അപ്പോൾ തന്നെ വായിച്ച് ഉത്തരം കണ്ടുപിടിക്കേണ്ടതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. 17th question. Under section 82 of the Indian Penal Code, nothing is an offence which is done by a child under the age of 14 years, 7 years, 18 years, ഓപ്ഷൻ ഡി 21 years. ഇതും ക്രിസ്റ്റൽ ക്ലിയർ ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? എന്തായിരിക്കും ഉത്തരം എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പിടികിട്ടി കാണും. അപ്പോൾ അതും കൂടി അതിൽ 7 years ആണ് ഉത്തരം. അപ്പോൾ ബി, ഓപ്ഷൻ ബി ആണ് നമ്മൾ അതിൽ 7 years ആണ് അതിൻ്റെ ആൻസർ. ഇനി 18th question. R versus Dudley and Stephen stands for the principle that, പഠിച്ചിട്ടുണ്ടാവും കേസ്. R versus Dudley and Stephen stands for the principle that, option A, killing an innocent life to save his own is not a defense and necessity cannot be pleaded as a defense against murder. വായിച്ചു നോക്കണം. ഓപ്ഷൻ ബി, necessity can be pleaded as a defense against murder. Killing an innocent life to save his own may become inevitable. Then third, killing out of mercy is a defense and necessity cannot be pleaded as a defense against murder. Option D, none of the above. ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ക്ലാസ് റൂം പോലെ തന്നെ നമുക്ക് ഇത് ആൻസർ ചെയ്യാം. ശ്രദ്ധിക്കുക, എന്തായിരിക്കും ഉത്തരം? അത് എ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ. കില്ലിംഗ് ആൻ ഇന്നസെന്റ് ലൈഫ് ടു സേവ് ഹിസ് ഓൺ ഈസ് നോട്ട് എ ഡിഫൻസ് ആൻഡ് നെസസിറ്റി കനോട്ട് ബി പ്ലീഡഡ് ആസ് എ ഡിഫൻസ് അഗൈൻസ്റ്റ് മർഡർ. ഇത് കൂടുതലായി വായിച്ചു നോക്കണം. ഇനി നമ്മൾ 19, question 19. On and from the commencement of the Hindu Succession Amendment Act 2005. Once more. On and from the commencement of the Hindu Succession Amendment Act 2005. In a joint Hindu family governed by the Midakshara law, conferring on daughter co-personary status by substituting new section 4. എന്താണ് വന്നത്? പുതിയ സെക്ഷൻ 6. ഓപ്ഷൻ നമ്പർ എ. ബി സെക്ഷൻ 10, സി സെക്ഷൻ 11, സെക്ഷൻ 13. ഇതും നമ്മൾക്ക് വളരെ എളുപ്പമാണ്. സെക്ഷൻ 6 ആണ്. നിങ്ങളത് വായിച്ചു നോക്കണം. വേറായിട്ടുള്ളതൊക്കെ വായിച്ചു നോക്കിയാലേ ഇത് മനസ്സിലാവുള്ളൂ. Then last question. Section 5 of Hindu Marriage Act relates to Section 5 of Hindu Marriage Act relates to, നമ്മളൊന്ന് ആലോചിച്ചാൽ കിട്ടും. Void marriages, voidable marriages, ceremonies of Hindu marriage, conditions of Hindu marriage. ഒരു നിമിഷം ആലോചിച്ചാൽ നമുക്കത് മനസ്സിലാകും. അത് എന്താണ്?
കണ്ടീഷൻസ് ഓഫ് ഹിന്ദു മാരേജ് ആണ് പറയുന്നത്. അതായത് എ മാരേജ് മേ ബി സോളമനൈസ്ഡ് ബിറ്റ്വീൻ എനി ടു ഹിന്ദുസ് ഇഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. ഇത്രയും നേരം ഈ ക്ലാസ് എടുത്തത് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷനിൽ വളരെ കുറച്ച് പേരെ പാസ്സാകുന്നുള്ളൂ. നമ്മളിപ്പോൾ തന്നെ ഇതിൻ്റെ പ്രാക്ടീസ് ആരംഭിക്കണം. LLBക്ക് 70% ഒക്കെ കിട്ടിയവർ പോലും തോറ്റ ചരിത്രമുണ്ട്. അതുകൊണ്ട് നമ്മുടെ അറിവ് വെറും 10% ഓർത്തുകൊണ്ട് ഈ ഓരോ കാര്യങ്ങളും വായിച്ചുണ്ടാക്കുക, ഡയറക്റ്റ് വായിച്ചുണ്ടാക്കുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് സിമ്പിളാണ് തോന്നും, പക്ഷേ ആൻസർ ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് അടുത്ത 21 മുതൽ 30 വരെയുള്ള ക്ലാസ് അടുത്ത് തന്നെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും. താങ്ക് യു. ഓക്കെ.